സി കൃഷ്ണകുമാറുണ്ട്, നമ്മുടെ പാലക്കാട് BJP സ്ഥാനാർത്ഥി, പാലക്കാടിന്റെ സ്വന്തം പുത്രൻ. സി കൃഷ്ണകുമാറിന്റെ കൽപ്പാത്തിയൊക്കെ കാണാപ്പാടമാണ്, പാലക്കാട് ഓരോ വാർഡും കാണാപ്പാടമാണ് നമ്മുടെ സി കൃഷ്ണകുമാർ. നമുക്കൊപ്പം ചേരുന്നു. CK, വെരി ഗുഡ് മോർണിംഗ്. CK, കൽപ്പാത്തി തേരിന് ഞാൻ ഇവിടെ കാണുമെന്നാ പ്രതീക്ഷിച്ചത്, അമ്പലത്തിന് മുന്നിൽ. ഗുഡ് മോർണിംഗ്. സേവയൊക്കെ കഴിച്ചു അല്ലേ? സേവ കഴിച്ചു അല്ലേ? സേവ കഴിച്ചു ഞാൻ. നമ്മുടെ അൻവർ സാദത്തിന് സേവയുടെ പാലക്കാട് സേവ പരമാവധി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സേവയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പാലക്കാടിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ തേരും രഥോത്സവം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇതൊരു വല്ലാത്തൊരു അനുഭവമാണല്ലോ. നമുക്ക് അത് കണ്ടവർക്ക് അതിന്റെ അനുഭവം അറിയൂ. CK, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും പുറത്ത് നിൽക്കുന്നവർക്ക് അത് അനുഭവിച്ചാലേ മനസ്സിലാവും. അപ്പോൾ CKക്കും അറിയാമല്ലോ തേരിന്റെ ഒരു പ്രത്യേകത. അറിയില്ല. പാലക്കാടൻ സേവയുടെ ബ്രാൻഡ് അംബാസഡർ ആയിപ്പോ അരുൺജി. നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു സംയുക്തമായിട്ടൊരു സേവാ കമ്പനി തുടക്കത്തിനെ കുറിച്ച് ആലോചിക്കാം. ചുമ്മാ പറഞ്ഞാൽ നാട്ടുകാരിന് പറഞ്ഞുണ്ടാക്കും നമ്മൾ ബിസിനസ് ഉണ്ടാക്കാൻ പോവാണെന്ന്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളൊക്കെ വന്നാൽ എനിക്കൊന്നു തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ BJP ക്യാമ്പിൽ നല്ല ആത്മവിശ്വാസമാണ്. ഞാൻ കുറെ BJP പ്രവർത്തകരെയൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ വളരെ കോൺഫിഡന്റ് ആണ്. പല വീടുകളിലും അവർ 1ഉം 2ഉം വട്ടമൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവസാനത്തെ ലാപ്പിൽ ഒരു ട്രെൻഡ് BJPക്ക് സെറ്റായിട്ട് വരുന്നുണ്ടോ CK? അതെ, വളരെ ശക്തമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനവും ഗൃഹസന്ദർശനവും സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത് അതാണ്. നേരിട്ട് വോട്ടർമാരെ കാണുക. അങ്ങനെ പാലക്കാടത്തെ വോട്ടർമാരെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ബന്ധമുള്ള നിരവധി ആളുകളുണ്ട്, 10,000-ങ്ങളുണ്ട്. അവരെല്ലാം നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ട് അവരെ വീടുകളിലെത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ നടത്തുന്നത്. ഓക്കെ CK, ഇതിനിടയ്ക്ക് ഉയർന്നു വന്ന 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അതിലൊന്ന് ഈ വ്യാജ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അത് ആരോപണം മാത്രമല്ല, നമ്മൾ ഇന്നലെ റിപ്പോർട്ടും ചെയ്തു. കൊടുമ്പിൽ നിന്നും ഒക്കെ ധാരാളം ആളുകളെ പാലക്കാട്ടേക്ക് വോട്ട് ചേർക്കുന്നതായിട്ട് റിപ്പോർട്ടർ TV തന്നെയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ അതിനകത്ത് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. കളക്ടർ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു, തഹസീൽദാർക്കും ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. CK, വലിയ രീതിയിൽ ഈ പരാജയ ഭീതി പൂണ്ട് ഈ വ്യാജ വോട്ട് ചേർക്കൽ ഉണ്ടാവുന്നുണ്ടോ? അതിൽ BJPയുടെ ഒരു നിലപാടെന്താ? അതിൽ അന്വേഷണം സമഗ്രമായി വേണമെന്ന് തന്നെയല്ലേ? അതെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഡബിൾ വോട്ട് വ്യാപകമായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ബൂത്ത് വൈസുള്ള പ്രിൻ്റ് ഔട്ട്, പെൻ ഡ്രൈവിൽ അതിൻ്റെ കോപ്പി എല്ലാം ഞങ്ങൾ അന്ന് ജില്ലാ കളക്ടർക്ക് നൽകി. ഹൈക്കോടതിയിൽ ഞങ്ങൾ റിട്ടും ഫയൽ ചെയ്തു. ജില്ലാ കളക്ടർ, ജില്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ പറഞ്ഞത് അത്തരത്തിൽ ഡബിൾ വോട്ടുകളില്ല, അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണെന്നാണ്. ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിൽ ചേർത്തിയ വോട്ടുകൾ കൊടുമ്പ് പഞ്ചായത്തിനാണ്. കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ആ ആളുകളെ സംബന്ധിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയ ആളുകളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ, അരുൺജിക്ക് അറിയാമല്ലോ, പാലക്കാടിൻ്റെ ഈ കൊടുമ്പും കണ്ണാടിയും വളരെ സ്വാധീനമുള്ള 2 പാർട്ടികൾ CPM-ഉം കോൺഗ്രസുമാണ് ആ മേഖലയിൽ. ഞങ്ങളവിടെ ആ 2 പഞ്ചായത്തുകളിലും 3ാമത്തെ പാർട്ടിയാണ്. അവിടെ ഈ വോട്ടുകൾ ചേർത്തിയത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ്. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയ ആളുകളെ സംബന്ധിച്ച് അന്വേഷിച്ചാൽ, അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും അത് ഏത് പാർട്ടിയോട് അനുഭവം പുലർത്തുന്ന ആളുകളാണെന്ന്. അതോടൊപ്പം തന്നെ വ്യാപകമായിട്ട് കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഇവിടെ താമസിച്ച് ഇവിടെ വോട്ട് ചെയ്തു വരുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നുമുണ്ട്, യാതൊരുവിധ അപേക്ഷയും കൂടാതെ. കരട് വോട്ടർ പട്ടികയിലുണ്ട്. ഇപ്പോൾ അനക്ഷർ പ്രസിദ്ധീകരിച്ച സമയത്ത് ഡിലീറ്റഡ് ലിസ്റ്റിലാണ് ഇവർ വരുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ബൂത്തിൽ 16 പേരെയാണ് ഇവിടെ താമസിച്ച് വരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ BLOമാരെ രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് 2 മുന്നണികൾ ഉപയോഗിക്കുന്നുണ്ട്. UDF ഉപയോഗിക്കുന്നുണ്ട്, LDF ഉപയോഗിക്കുന്നുണ്ട്.